തന്റെ മരണം വരെ മാതാ അമൃതാനന്ദമയിയുടെ മകനായിരിക്കുമെന്ന് നടൻ സലിംകുമാർ. താൻ എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ കാരണം അമൃതാനന്ദമയിയാണെന്നും തനിക്ക് പ്രയാസങ്ങൾ വരുമ്പോഴെല്ലാം അമ്മയെ കാണാൻ ചെല്ലുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ ഡീസൽ തീരുമ്പോഴാണ് അമ്മയെ ഓരോ പ്രാവശ്യവും കാണാൻ വരുന്നത്. ഡീസൽ അടിച്ചിട്ട് ഞാൻ പോകും. മാനസിക വ്യത അനുഭവിക്കുന്ന സമയങ്ങളിൽ അമ്മ എവിടെയാണെങ്കിലും ഞാൻ കാണാൻ ചെല്ലും. തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയായിരിക്കും. ഈ നിൽക്കുന്ന സലിംകുമാർ ഇങ്ങനെ തെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരിയേ ഉള്ളൂ, അത് അമ്മയാണ്. കാരണം നിങ്ങൾക്കറിയാം, 3-4 വർഷങ്ങൾക്ക് മുൻപ് മാരക രോഗത്തിന് അടിമയായപ്പോൾ ഞാൻ ഒരുപാട് സഹായിച്ച് എൻ്റെ ബന്ധുക്കൾ പോലും കൈയൊഴിഞ്ഞ സമയമുണ്ടായിരുന്നു. അന്ന് ഞാൻ അമ്മയുമായി അത്ര ബന്ധമില്ല. അപ്പോൾ അമ്മയെ ചെന്ന് കാണാൻ ഡോക്ടർമാർ പറഞ്ഞു. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് അവർ ചെന്ന് കാണാൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇതുവരെ കാണാത്ത ഒരാളോട് സഹായം ചോദിക്കുക? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. വേണ്ട, അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി. ഞാൻ ചെന്നപ്പോൾ എന്താ മോനെ വന്നതെന്ന് അമ്മ ചോദിച്ചു. അന്നെനിക്ക് 45 വയസ്സേ ഉള്ളൂ. 4 കൊല്ലം മുൻപ്. ആശുപത്രി രജിസ്റ്ററിൽ 59 വയസ്സെന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊന്ന് മാറ്റിത്തരണമെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അമ്മ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിച്ചിരിച്ചു. ഞാൻ വേറൊന്നും പറഞ്ഞില്ല. അപ്പോൾ ധൈര്യമായി പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ എന്ന് അമ്മ എന്നോട് പറഞ്ഞു. നിന്നെ എനിക്ക് വേണമെന്ന് ലോകത്താകെ എന്നോട് പറഞ്ഞത് അമ്മ മാത്രമായിരുന്നു. ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മ തന്നെയാണ്. ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ഒരു മകനായിട്ട് എൻ്റെ മരണം വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, സലിംകുമാർ പറഞ്ഞു.